കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയെയും ഭാവി വികസന നയങ്ങളെയും പൂർണ്ണമായും പുനർനിർണയിക്കാൻ പോകുന്ന അതീവ ഗുരുതരമായ ഒരു ധനകാര്യ പ്രതിസന്ധിയിലേക്കാണ് സംസ്ഥാന ഭരണകൂടം ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത്. പുതിയ UDF സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ തങ്ങളുടെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനമായ ഇന്ദിരാ ഗ്യാരണ്ടി പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മുന്നണി. എന്നാൽ ധനവകുപ്പിന്റെ ചുമതല കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനത്തിന്റെ യഥാർത്ഥ ധനസ്ഥിതി വ്യക്തമാക്കിക്കൊണ്ട് ഒരു ശ്വേതപത്രം അഥവാ വൈറ്റ് പേപ്പർ ഉടൻ പുറത്തിറക്കുമെന്ന് നിയമസഭയിൽ പ്രഖ്യാപിച്ചതോടെ കേരളത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് പുതിയ രാഷ്ട്രീയ മൗനം കൈവന്നിരിക്കുകയാണ്. ഭീമമായ സാമ്പത്തിക ബാധ്യതകൾ വരുത്തിവെക്കുന്ന ജനക്ഷേമ പദ്ധതികളും സംസ്ഥാനത്തിന്റെ പരിമിതമായ വരുമാന മാർഗങ്ങളും തമ്മിൽ എങ്ങനെ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കുമെന്നതാണ് നിലവിൽ ഭരണകൂടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഈ തന്ത്രപരമായ പ്രതിസന്ധിയുടെ കാതലായ വശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിനാൻസ് ആൻഡ് ടാക്സേഷനിലെ മുൻ സീനിയർ ഫാക്കൽറ്റിയും പ്രമുഖ ധനകാര്യ വിദഗ്ധനുമായ ഡോക്ടർ ജോ സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ളവ ഉയർത്തുന്ന നിരീക്ഷണങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. നിലവിലുള്ള സാമ്പത്തിക അവസ്ഥയിൽ കേരളത്തിന് ഇത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ചില കടുപ്പമേറിയ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നുമാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. വൻകിട വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യമായ മൂലധന സമാഹരണം എവിടെ നിന്ന് ഉണ്ടാകുമെന്ന ചോദ്യം ഭരണ നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ഇതേസമയം സർക്കാർ കൊണ്ടുവരുന്ന ശ്വേതപത്രം പ്രതിപക്ഷത്തിന്റെ വായടിപ്പിക്കാൻ കാണിക്കുന്ന വെറും ഒരു ഉമ്മാക്കി മാത്രമാണെന്നും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ ശക്തമായ നിലപാട് വ്യക്തമാക്കുമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രത്യാക്രമണം ഈ വിഷയത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നു. ഭരണപരമായ നയരൂപീകരണത്തിലും സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലും ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ദുരാപേക്ഷമാണ്. ക്ഷേമ പെൻഷനുകൾ, സബ്സിഡികൾ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി നീക്കിവെക്കേണ്ട തുക കടമെടുപ്പ് പരിധികൾ കാരണം വെട്ടിച്ചുരുക്കേണ്ടി വന്നാൽ അത് സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തെയും ജനങ്ങളുടെ ജീവിത നിലവാരത്തെയും നേരിട്ട് ബാധിക്കും. ജനപ്രിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നത് ജനാധിപത്യത്തിൽ സ്വാഭാവികമാണെങ്കിലും അവ സുസ്ഥിരമായ സാമ്പത്തിക അടിത്തറയില്ലാതെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ കടുത്ത കടക്കണിയിലേക്ക് തള്ളിവിടുമെന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് പുറം ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്കൗണ്ടബിലിറ്റി അഥവാ സ്ഥാപനപരമായ ഉത്തരവാദിത്വം പ്രസക്തമാകുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വാക്പോരുകൾക്കപ്പുറം സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കുന്നതിനുമായുള്ള കൃത്യമായ ബജറ്റ് മാനേജ്മെന്റ് നയമാണ് ഇപ്പോൾ അനിവാര്യമായിരിക്കുന്നത്. ശ്വേതപത്രം എന്നത് കേവലം രാഷ്ട്രീയ പ്രതിരോധത്തിനുള്ള ആയുധമാക്കാതെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സുതാര്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും പുതിയ സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനുമുള്ള അവസരമായി ഭരണകൂടം മാറ്റേണ്ടതുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക തകർച്ചയോ വളർച്ചയോ അവിടുത്തെ ഓരോ പൗരന്റെയും ജനാധിപത്യപരമായ അവകാശങ്ങളെയും ഭാവിയെയും നിശ്ചയിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ശ്വേതപത്രവും അതിന്മേൽ നിയമസഭയിൽ നടക്കാൻ പോകുന്ന നയപരമായ തീരുമാനങ്ങളും കൃത്യമായ ജനാധിപത്യ ബോധത്തോടെ വിലയിരുത്താൻ നാം തയ്യാറാകണം. കേരളത്തിന്റെ ഈ നിലവിലെ സാമ്പത്തിക വെല്ലുവിളികളെ കുറിച്ചും ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ നടപ്പിലാക്കുന്നതിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ വസ്തുതാപരമായ വിലയിരുത്തലുകൾ താഴെ കമന്റിൽ രേഖപ്പെടുത്തുക. വിവേകപൂർണമായ രാഷ്ട്രീയ ചർച്ചകൾക്കായി ഈ വിശകലനം മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക.